ഹൂദ് നബി അലി ഇസ്ലാമിന്റെ മക്ബറയുടെ മുമ്പിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. ഖുറാനിലേക്ക് 7 സ്ഥലങ്ങളിൽ ഹൂദ് നബി അലി ഇസ്ലാമിന്റെ ചരിത്രം പറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. നൂഹ് നബി അലി ഇസ്ലാമിന്റെ ചരിത്രം പറയാതെ നമുക്ക് ഹൂദ് നബിയുടെ ചരിത്രത്തിലേക്ക് കടക്കാൻ കഴിയില്ല. 4 മക്കളുണ്ടായിരുന്നു നൂഹ് നബി അലി ഇസ്ലാമിനിക്ക്. അതിൽ ഒരു മകന്റെ പേര് ഹാം, ഒരു മകന്റെ പേര് സാമ്, ഒരു മകന്റെ പേര് യാഫിസ്. ഇതില് സാം എന്ന് പറയുന്നയാളുടെ മകനുണ്ടായിരുന്നു അർഫക്ഷദ്. അർഫക്ഷദിന്റെ പരമ്പരയിലാണ് ഹൂദ് നബി അലി ഇസ്ലാം ജനിക്കുന്നുള്ളത്. അപ്പോൾ ഹൂദ് നബി അലി ഇസ്ലാമിനുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഖുറാനിൽ പറയപ്പെട്ട 25 പ്രവാചകന്മാരുടെ ചരിത്രങ്ങളൊക്കെ എടുത്തു നോക്കുന്ന സമയത്ത് ആ പ്രവാചകന്മാരിൽ കൂടുതൽ പേരും പലസ്തീനിൽ നിന്നുള്ള ആളുകളായിരിക്കും, മെസപ്പൊട്ടോമിയയിൽ നിന്നുള്ള ആളുകളായിരിക്കും, നെയ്നവയിൽ നിന്നുള്ള ആളായിരിക്കും. അപ്പൊ അറബ് രാജ്യത്ത് നിന്നും അറബികളിൽ നിന്ന് വന്ന പ്രവാചകന്മാർ 4 പേരായിരുന്നു. അതിൽ ആദ്യത്തെ ആളാണ് ആര്? ഹൂദ് നബി അലി ഇസ്ലാം. അതുപോലെ തന്നെ ഹൂദ് നബി അലി ഇസ്ലാമിനെ കുറിച്ച് നൂഹ് നബിയെ പറ്റി ഖുറാനിൽ എവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ അവിടെയൊക്കെ ഹൂദ് നബി അലി ഇസ്ലാമിന്റെ ചരിത്രവും നമുക്ക് കാണാൻ കഴിയും. ഈ ഒരു നൂഹ് നബി അലി ഇസ്ലാമിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും തന്റെ ഭാര്യയടക്കം തന്റെ മകനടക്കം കൂക്കി വിളിച്ച് കളിയാക്കി ആ രീതിയിൽ അവര് അഹങ്കാരവതികളായിട്ടുള്ള ആളുകളായിരുന്നു. അവർ മുഴുവൻ അല്ലാഹു സുബ്ഹാനഹു തആല തകർത്ത് നശിപ്പിച്ചു കളഞ്ഞു. അതിനുശേഷം വീണ്ടും ആളുകൾ ബഹുദൈവ ആരാധനയിൽ നിന്നൊക്കെ മാറി നിന്നു. പക്ഷെ കാലങ്ങൾക്ക് ശേഷം ആളുകൾ സ്വാഭാവികമായിട്ടും വിഗ്രഹാരാധനയിലേക്ക് മുഴുകാൻ തുടങ്ങി. അങ്ങനെയാണ് ഹൂദ് നബി അലി ഇസ്ലാമിന് അല്ലാഹു തആല ആദ് എന്ന് പറയുന്ന ഒരു സമുദായത്തിലേക്ക് അല്ലാഹു നിയോഗിക്കുന്നുള്ളത്. സൂറത്തുൽ ഫജ്റിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ് ഇറമദാത്തിൽ ഇമാദ് അല്ലതി ലം യുഖ്ലഖ് മിസ്ലുഹാ ഫിൽ ബിലാദ്. ആ നാട്ടിൽ ഇതുപോലെ ഒരു മനുഷ്യന്മാർ ആരും ഉണ്ടായിരുന്നില്ല. ഒരു തെങ്ങ് എത്ര നീളമുണ്ടാവും അത്രയും വലിപ്പമുള്ള ആളുകളായിരുന്നു. അതാണ് പറഞ്ഞത് അല്ലതി ലം യുഖ്ലഖ് മിസ്ലുഹാ ഫിൽ ബിലാദ്. ആ നാട്ടിൽ അവരെ പോലെ ഒരാളും ഉണ്ടായിരുന്നില്ല. അവർ മലമ്പാറകൾ തുരന്നാണ് അവർ വീടുകൾ ഉണ്ടാക്കിയിരുന്നത്. അല്ലാഹു തആല അവർക്ക് വലിയ കഴിവ് കൊടുത്തു, ഒരുപാട് അനുഗ്രഹങ്ങൾ കൊടുത്തു, ഒരുപാട് സമ്പത്ത് കൊടുത്തു. അപ്പൊ ഈ ഹൂദ് നബി അലൈഹി ഇസ്ലാമിനെ ആളുകൾ അങ്ങനെ പ്രബോധനം നടത്തുന്ന സമയത്ത് കൊച്ചാക്കാൻ തുടങ്ങി. ഹൂദ് നബി പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ ശക്തമായ ഒരു അദാബ് നിങ്ങളിലേക്ക് നൂഹ് നബിക്ക് കൊടുത്തതുപോലെ ആ സമുദായത്തിന് കൊടുത്തതുപോലെ നിങ്ങൾക്കും വരാൻ സാധ്യതയുണ്ട്. അവർ പറയാണ് ഏത് അദാബ് അത് നമുക്ക് വന്നോട്ടെ, നമുക്കത് കുഴപ്പമില്ല. ആ രംഗം ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. ഖാലു അവർ പറയാണ്, ഹാദാ ആരിദും മുംതിറുന, ഇതാ മഴ വരാനുള്ള കാർമേഘങ്ങൾ നമുക്ക് വന്നിരിക്കുകയാണ്. ബൽ പക്ഷേ ഹുവ മസ്തഅജൽതും ബിഹി റീഹും ഫീഹാ അദാബുൻ അലീം. സത്യത്തിൽ ഏതൊരു ശിക്ഷ കാണാനായിരുന്നു അവർ ആഗ്രഹിച്ചത് ആ ശിക്ഷ അവർക്ക് വന്നുപെടുകയായിരുന്നു. അത് അവർക്ക് അറിഞ്ഞില്ല. അങ്ങനെ മേഘങ്ങൾ പോലെ വന്നത് കൊടുങ്കാറ്റായി മാറുകയാണ്. 7 രാത്രികളും 8 പകലിലായിട്ട് ശക്തമായ മഴ വരുന്നു. അങ്ങനെ മഴ വന്ന് കൊടുങ്കാറ്റ് വന്ന് ആ ആദ് സമൂഹം മൊത്തമായിട്ട് ഭൂമിയിൽ നിന്ന് നാമവിശേഷമായി പോവാണ്. ആരൊഴികെ? ഹൂദ് നബി അലി ഇസ്ലാമും ഹൂദ് നബി അലി ഇസ്ലാമിനെ വിശ്വസിച്ച് പോകുന്ന ആളുകൾ മാത്രം. ആ ഒരു ചരിത്രം നടന്ന ആ ഒരു ഭൂമിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും അഹ്കാഫ് മേഖലയിലായിരുന്നു ഈ ചരിത്രം നടന്നത്. അഹ്കാഫ് മേഖല എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മളിരിക്കുന്ന ഈ സലാല അടങ്ങുന്ന ദൊഫാർ പ്രവിശ്യയും ഇതിന് തൊട്ടടുത്താണ് ബോർഡർ. ഞാൻ പറഞ്ഞു യമന്. അപ്പൊ യമനിലെ ഹദർമൗത്ത് ഒക്കെ പ്രവിശ്യയിലായിരുന്നു ഈ ഒരു അഹ്കാഫ് മേഖല എന്ന് ഈ ഒരു ഖുർആനിന്റെ തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെയുള്ള ഭൂമിയിൽ വരാനും ഇങ്ങനെയുള്ള ഖുർആനിക ചരിത്ര ഭൂമിയിൽ കാണാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ.